എല്ലാവർക്കും നമസ്കാരം. ഡൊണാൾഡ് ട്രംപിൻ്റെ ഇമിഗ്രേഷൻ നയങ്ങൾ എല്ലാ കാലത്തും വിമർശിക്കപ്പെടുന്ന ഒന്നാണ്. അത് പല ആളുകൾക്കും പലതരത്തിലുള്ള അഭിപ്രായങ്ങളാണ്. അതിനെ അനുകൂലിക്കുന്ന ഒരു വലിയ വിഭാഗമുണ്ട്, എതിർക്കുന്ന ആളുകളുണ്ട്. കേരളത്തിലുൾപ്പെടെ ട്രംപ് വിരോധികൾ എന്തിനാണ് ട്രംപ് ഈ തരത്തിൽ ആളുകളെ നാട് കടത്തുന്നത് എന്ന ചോദ്യം ചോദിക്കാറുമുണ്ട്. എന്തായാലും ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഏറ്റവും ഒടുവിലായി വെനസ്വേലൻ തടവുകാരെ എൽ സാൽവഡോറിലേക്ക് നാടുകടത്തിയിരിക്കുന്ന ട്രംപ് ഭരണകൂടത്തെക്കുറിച്ചാണ്. ആ ഇൻസിഡൻറ്റിനെ കുറിച്ചാണ്. കുപ്രസിദ്ധ അന്താരാഷ്ട്ര മാഫിയ സംഘമായ ട്രെൻ ഡെ അരാഗ്വ സംഘത്തിൽപ്പെട്ടവരെന്ന് പറയപ്പെടുന്ന അല്ലെങ്കിൽ കണ്ടെത്തി 238 പേരെയാണ് അമേരിക്ക നാടുകടത്തിയത്. എൽ സാൽവഡോറിലെ കുപ്രസിദ്ധ ജയിലായ ടെററിസം കൺഫൈൻമെൻറ്റ് സെൻറ്ററിലേക്കാണ് ഇവരെ മാറ്റിയിട്ടുള്ളത്. ഇവർക്കൊപ്പം MS-13 എന്ന അന്താരാഷ്ട്ര മാഫിയ ഗാങ്ങിൽപ്പെട്ടവരെന്ന് സർക്കാർ പറയുന്ന 23 പേരെയും എൽ സാൽവഡോറിലേക്ക് മാറ്റിയിട്ടുണ്ട്. ട്രംപ് കുടിയേറ്റത്തെ ഒരു ദേശീയ സുരക്ഷാ പ്രശ്നമായും സാമ്പത്തിക ഭീഷണിയുമായൊക്കെയാണ് കണക്കാക്കുന്നത് നമുക്കറിയാം. അദ്ദേഹം ഇലക്ഷന് മത്സരിക്കുന്ന ക്യാമ്പയിൻ്റെ ഘട്ടത്തിൽ മുതലേ സംസാരിച്ചതാണ് ഇല്ലീഗൽ മൈഗ്രൻസിനെതിരെയുള്ള കടുത്ത നടപടികൾ താൻ അധികാരത്തിലേറിയാൽ ഉടനെ ഉണ്ടാകും എന്നുള്ളത്. രേഖകളില്ലാത്ത കുടിയേറ്റക്കാരുള്ള അദ്ദേഹത്തിൻ്റെ ഭരണകൂടത്തിൻ്റെ സീറോ ടോളറൻസ് സമീപനം യുണൈറ്റഡ് സ്റ്റേറ്റ്സിലുടനീളവും ഒരുപക്ഷെ അതിനപ്പുറത്തേക്കും പ്രതിഷേധങ്ങൾ ഉണ്ടാക്കുന്നുണ്ടെങ്കിലും ഇത്തവണ നാടുകടത്തിയ ട്രെൻ ഡെ അരാഗ്വോ അത്ര നിസ്സാരക്കാരായ ആളുകളല്ല. അതായത് ട്രംപ് അനുകൂലികൾ അത്ര കിടന്ന് ബേജാറാവേണ്ട ആവശ്യമൊന്നുമില്ല. കാരണം ഇവർ അത്ര നിസ്സാരക്കാരല്ല എന്നതുകൊണ്ട് തന്നെ. ട്രെൻ ഡെ അരാഗ്വയെ സംരക്ഷിക്കാൻ എൽ സാൽവഡോറിന് $6 മില്യൺ നൽകാമെന്നാണ് ട്രംപ് ഭരണകൂടം സമ്മതിച്ചിരിക്കുന്നത്. അവരെ സംബന്ധിച്ചിടത്തോളം 6 മില്യൺ എന്നൊക്കെ പറയുന്നത് വളരെ ചെറിയ തുകയാണ്. പക്ഷേ ഒരുപാട് ജയിലുകൾ ഉള്ള അന്താരാഷ്ട്ര തടവുകാരെ പാർപ്പിച്ച് ജയില് വാടകയ്ക്ക് കൊടുത്ത് അതിൽ നിന്ന് പണം കണ്ടെത്തുന്ന ഇവരെ സംബന്ധിച്ചിടത്തോളം, വെനസ്വേലയെ സംബന്ധിച്ചിടത്തോളം അത് വലിയൊരു കാര്യം കൂടിയാണ്. എന്തായാലും എൽ സാൽവഡോറിലെ കുപ്രസിദ്ധ ജയിലായ ഞാൻ പറഞ്ഞ പോലെ ടെററിസം കൺഫൈൻമെൻറ്റ് സെൻറ്ററിലേക്കാണ് വെനസ്വേലൻ മാഫിയയെ മാറ്റിയത്. എന്തായാലും ഇവരെ രാജ്യത്തേക്ക് കൊണ്ടുവന്ന കാര്യം എൽ സാൽവഡോർ പ്രസിഡന്റ് തന്നെയാണ് വെളിപ്പെടുത്തിയത്. അമേരിക്ക യുദ്ധത്തിൽ ഏർപ്പെടുന്ന സമയത്ത് മാത്രം ഉപയോഗിച്ചിരുന്ന ഒരു ഫോറിൻ എനിമീസ് ആക്ട് ഉപയോഗിച്ചാണ് ഇവരെ നാടുകടത്തിയത്. ഇതിനെതിരെ ഫെഡറൽ കോടതി ഉത്തരവിറക്കിയിരുന്നെങ്കിലും ആ ഉത്തരവ് വരുന്നതിന് മുൻപ് തന്നെ ഇവരെ വഹിച്ചുകൊണ്ടുള്ള വിമാനം അമേരിക്കയിൽ നിന്നും പോവുകയും ചെയ്തു. 1 വർഷത്തേക്കാണ് ഇവരെ ജയിലിൽ പാർപ്പിക്കുമെന്നും വേണ്ടിവന്നാൽ തടവുകാലം വർദ്ധിപ്പിക്കുമെന്നുമൊക്കെ എൽ സാൽവഡോർ പ്രസിഡന്റും വ്യക്തമാക്കിയിട്ടുണ്ട്. ഇവരെ ജയിലിൽ പാർപ്പിക്കാനുള്ള ചെലവ് അമേരിക്ക വഹിക്കും. അമേരിക്കയെ സംബന്ധിച്ച് ചെറിയ തുകയാണ്. 1798 യുദ്ധകാലത്ത് ഉപയോഗിക്കാനുള്ളൊരു നിയമമായി അമേരിക്ക ഇത്തരത്തിൽ ആളുകളെ ഡീറ്റെയിൻ ചെയ്യുന്ന നിയമങ്ങൾ കൊണ്ടുവന്നത്. ഏലിയൻ എനിമീസ് ആക്ട് എന്ന ഈ നിയമം ഇതിനു മുൻപ് 2ാം ലോക മഹായുദ്ധകാലത്താണ് ഉപയോഗിച്ചിട്ടുള്ളത്. ഈ നിയമം പുനരുജ്ജീവിപ്പിച്ച് വെനസ്വേലൻ മാഫിയ സംഘത്തിൽപ്പെട്ട കുറ്റവാളികളെ നാടുകടത്തുമെന്ന് ശനിയാഴ്ചയാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപിച്ചത്. എല്ലാ മനുഷ്യാവകാശ സംഘടനകളും ഈ തടവുകാരെ കൊണ്ടുപോയ രീതിയാണ് വിമർശിക്കുന്നത്. വെനസ്വേലയിൽ നിന്ന് ഉത്ഭവിക്കുന്ന വളരെ ശക്തവും അക്രമാസക്തവുമായ ഒരു രാജ്യാന്തര ക്രിമിനൽ സംഘടനയാണ് ഈ ട്രെൻ ഡെ അരാഗ്വ. അരാഗ്വ സംസ്ഥാനത്തെ ചോക്കോറോൺ ജയിലിനുള്ളിൽ ആദ്യം രൂപീകരിക്കപ്പെടുകയും പിന്നീട് ഇത് ലാറ്റിൻ അമേരിക്കയിൽ ഉടനീളം പ്രവർത്തനങ്ങൾ വിപുലീകരിക്കപ്പെടുകയും ചെയ്തിട്ടുള്ള മനുഷ്യക്കടത്ത്, മയക്കുമരുന്ന് കടത്ത്, പണം തട്ടിയെടുക്കൽ, അനധികൃത ഖനനം, ആയുധക്കടത്ത്, കുടിയേറ്റം, കള്ളക്കടത്ത് എന്നിവയൊക്കെ മേഖലയിൽ പ്രവർത്തിക്കുന്ന അല്ലെങ്കിൽ അതിൽ മാത്രം സന്തോഷം കണ്ടെത്തുന്ന ക്രിമിനൽ സംഘമാണിവർ. തട്ടിക്കൊണ്ടുപോകലും കൊലപാതകങ്ങളും ഉൾപ്പെടെയുള്ള ക്രൂരമായ തന്ത്രങ്ങൾക്കാണ് ട്രെൻ ഡെ അരാഗ്വ കുപ്രസിദ്ധി നേടിയിട്ടുള്ളത്. തങ്ങളുടെ ക്രിമിനൽ ശൃംഖലകൾ വിപുലീകരിക്കുന്നതിനായി പ്രാദേശിക കുടിയേറ്റങ്ങളും അല്ലെങ്കിൽ കൊളംബിയ, പെറു, ചിലി പോലെയുള്ള ഇടങ്ങളിലേക്കും അതിനപ്പുറത്തേക്കുള്ള രാജ്യങ്ങളിലും ഗ്രൂപ്പ് ഗണ്യമായി വിപുലീകരിക്കാൻ വേണ്ടി ഇത്തരത്തിലുള്ള മറ്റ് രാഷ്ട്രങ്ങളെ കൂടി ആശ്രയിക്കുന്നുണ്ട്. വെനസ്വേലൻ കുടിയേറ്റ പ്രതിസന്ധി മൂലമാണ് ട്രെൻ ഡെ അരാഗ്വ അംഗങ്ങൾ US എത്തുന്നത്. ഇവർ ഈ തുസി എന്നറിയപ്പെടുന്ന ഒരു പിങ്ക് കളറിലൊരു പൗഡറുണ്ട്. ഇറ്റ് ഈസ് എ സിന്തറ്റിക് ഡ്രഗാണ്. അത് ഈ കെറ്റാമൈൻ, MDMA അല്ലെങ്കിൽ ഫെൻറ്റനൈലൊക്കെ ചേർത്തുണ്ടാക്കുന്നതാണ്. അതിഭീകരമായിട്ടുള്ള എഫക്റ്റ് ഉണ്ടാക്കുന്ന ഒരു മയക്കുമരുന്ന് കൂടിയാണ്. ഇത്തരത്തിൽ അതിഭീകരമായി ഒരുപാട് കൊലപാതകങ്ങൾ നടത്തിയിട്ടുള്ള അല്ലെങ്കിൽ ഒരുപാട് കൊലപാതക കേസുകൾ പ്രതികളായിട്ടുള്ള ആളുകൾ കൂടിയാണിവർ. US നുഴഞ്ഞു കയറാൻ ട്രെൻ ഡെ അരാഗ്വ ഈ മധ്യ അമേരിക്കയിലൂടെയും മെക്സിക്കോയിലൂടെയും ഒക്കെ കുടിയേറ്റ റൂട്ടുകളൊക്കെ ഉണ്ടാക്കുകയും അല്ലെങ്കിൽ ഒരുപാട് ആളുകളെ അങ്ങനെ കൊണ്ടുപോകാം എന്ന് പറഞ്ഞുകൊണ്ട് പണം കടത്തുകയും ഒക്കെ ചെയ്യുന്ന ഏത് തരത്തിലുള്ള ആൻറ്റി ഹ്യൂമൻ ആക്ടിവിറ്റീസ് നടത്താൻ കേൾപ്പുള്ള ആളുകളാണിവർ. അവരുടെ നെറ്റ്വർക്കുകൾ തകർക്കുന്നതിനും രാജ്യാന്തര കുറ്റകൃത്യ ഭീഷണികൾ കുറയ്ക്കുന്നതിനുമുള്ള ശ്രമങ്ങളുടെ ഭാഗമായാണ് US അധികൃതർ അവരെ വെനസ്വേലയിലേക്ക് തടങ്കിലാക്കുകയും നാടുകടത്തുകയും ഒക്കെ ചെയ്യുന്നത്. അപ്പോൾ ട്രംപിൻ്റെ കുടിയേറ്റ വിരുദ്ധത എന്ന് പറയുന്നത് ഇല്ലീഗൽ മൈഗ്രേഷൻ എന്നാണെന്നും ആ ഇല്ലീഗൽ മൈഗ്രേഷനിൽ അയാൾ എന്ത് പറഞ്ഞുകൊണ്ടാണോ അധികാരത്തിലേറിയിട്ടുള്ളത് അത് മാത്രമാണ് ഇപ്പോൾ നടപ്പിലാക്കിയിരിക്കുന്നതെന്നും അയാൾ ഇപ്പോൾ നാടുകടത്തിയ ആളുകൾ എന്തുകൊണ്ട് അവരുടെ തലമൊട്ടയടിച്ചു,
ഒരുപോലെയുള്ള വസ്ത്രങ്ങൾ ധരിപ്പിച്ചു, അവരെ എന്തുകൊണ്ട് കയ്യും കാലും ബന്ധിച്ച് കുനിച്ച് നടത്തിക്കൊണ്ട് പോയി തുടങ്ങിയുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നവർ ഇത്തരത്തിലുള്ള ഫാക്റ്റുകൾ കൂടി മനസ്സിലാക്കണം. ട്രംപ് എന്തൊക്കെ പറഞ്ഞാലും ഇതൊക്കെ ചെയ്യുമെന്ന് പറഞ്ഞുകൊണ്ട് അധികാരത്തിലേറിയ ഒരു ഭരണാധികാരിയാണ്. അയാൾ പറഞ്ഞതെന്തോ അതാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമുക്ക് എതിർക്കാം, പക്ഷേ ചില അവസരങ്ങളിൽ ഇത്തരത്തിലുള്ള ക്രിമിനലുകളെ കൊണ്ടുപോകുന്ന കാര്യങ്ങളിലൊക്കെ ആ രാജ്യത്തോരോ നിയമങ്ങളും രീതികളും ഉണ്ടാകും. അത് മാത്രമാണ് അവർ ചെയ്തത്. നമസ്കാരം.